സ്ഥാനാർത്ഥിയാക്കാത്തതിലെ പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിച്ച ആർ ശ്രീലേഖ. മത്സരിച്ചത് വെറും കൌൺസിലറാകാനല്ല, മേയർ സ്ഥാനം നൽകാമെന്ന് ഉറപ്പ് പാർട്ടി പാലിച്ചില്ല. നിയമസഭയിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നും ശ്രീലേഖ. മേയർ ആകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ് ഞാൻ വിസമ്മതിച്ചതാണ് ഇലക്ഷൻ നിൽക്കാൻ. പക്ഷെ അത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം, കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളായിരിക്കണം. വിവാദമായപ്പോൾ മാധ്യമങ്ങളുടെ കള്ളക്കഥയെന്ന ഫേസ്ബുക്ക് പോസ്റ്റിട്ട് തലയൂരാൻ ശ്രമം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്ക് അന്വേഷണത്തിന് 6 ആഴ്ച കൂടി സമയം. ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി അറിയിച്ചു. മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കരദാസിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയുടെ ഗുരുതര പരാമർശം. ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലെന്ന് കോടതി. NSS നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായി പശ്ചിമ ബംഗാൾ ഗവർണർ. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിച്ചില്ലെന്ന് വെളിപ്പെടുത്തൽ. ഗവർണർ ആകുന്നതിനു മുൻപ് മന്നം സമാധിയിലെത്തിയപ്പോൾ അവഗണന നേരിട്ടെന്നും CV ആനന്ദബോസ്. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ. 85 സീറ്റുകൾ നേടാമെന്ന ആത്മവിശ്വാസത്തിൽ ബത്തേരി ശിബിരം. ക്യാമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിച്ച് സുനിൽ കനഗോലു. പാർട്ടി ലൈനിൽ നിന്ന് അകന്നു പോയിട്ടില്ലെന്നും തലക്കെട്ടുകൾ കണ്ട് തന്നെ തെറ്റിദ്ധരിച്ചെന്നും ശശി തരൂർ. പുനർജനി പദ്ധതിയിൽ മണപ്പാട്ട് ഫൗണ്ടേഷനും CEOയ്ക്കുമെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ. FCRA അക്കൗണ്ടിലേക്ക് വന്നത് സതീഷിനുള്ള പണമെന്ന് വിജിലൻസ്. അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് അങ്കലാപ്പെന്ന് ബിനോയ് വിശ്വം. തൃപ്പൂണിത്തുറ നഗരസഭയിൽ BJPക്ക് വൻ പ്രതിസന്ധി. സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ LDF UDF കൂട്ടുകെട്ട് പിടിച്ചെടുത്തു. വികസന, ക്ഷേമ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ LDFന്, പൊതുമരാമത്തും ആരോഗ്യവും UDFന്. ജനവിധിയെ അവഹേളിച്ചെന്ന് BJP. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് ജാമ്യമില്ല. പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കുറ്റം നിലനിൽക്കുമെന്നും കോടതി. ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. മറ്റ് 5 പ്രതികൾക്ക് ജാമ്യം. വെനസ്വേലയിൽ മലക്കം മറിഞ്ഞ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ്. അമേരിക്കയുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ തയ്യാറെന്ന് ഡെൽസി. മദുറോയെ ഇന്ന് വിചാരണ കോടതിക്ക് മുന്നിൽ ഹാജരാക്കും. ഇന്ത്യക്കെതിരെ വീണ്ടും അമേരിക്കയുടെ താരിഫ് ഭീഷണി.